ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് +2 പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എക്സാം ഹാളിലേക്കുള്ള യാത്രയിലായിരിക്കും പലരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് മുന്നേ നോക്കിയിരിക്കേണ്ട 50 പ്രധാനപ്പെട്ട PSC ചോദിച്ച പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറഞ്ഞിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ കാലഗണന അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യം നടന്ന സംഭവത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നടന്നത് വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. 1921 സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് നവംബർ 19 ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിൽ അടയ്ക്കാൻ റെയിൽവേയുടെ ചരക്കു വാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് ഏതെന്ന് പറയുന്നത് വാഗൺ ട്രാജഡി അഥവാ വാഗൺ ദുരന്തം. അപ്പൊ വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ മാസം 19 ആണ്. രണ്ടാമത് നടന്നത് കയ്യൂർ ലഹളയാണ്. കയ്യൂർ ലഹള നടന്ന വർഷം എന്താണ്? 1941 മാർച്ച് മാസം 28. 1941 മാർച്ച് മാസം 28 കയ്യൂർ സമരം നടന്നത്. പുന്നപ്ര വയലാർ സമരമാണ് അടുത്തത്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഒക്ടോബർ മാസത്തിലാണ്. 1946 ഒക്ടോബർ മാസത്തിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളുടെ വിവിധ ഭാഗങ്ങളിൽ ജന്മിമാർക്ക് എതിരെ കുടിയാന്മാരായ കർഷകരും കർഷക തൊഴിലാളികളും മുതലാളിമാരിൽ നിന്നും ചൂഷണം നേരിട്ട കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം നടന്നത് 1949 ജൂലൈ മാസം 1. അപ്പൊ ഐക്യ കേരളം പിറവിയെടുക്കുന്നതിന് മുന്നോടിയായി തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി നിലവിൽ വന്ന ഭൂവിഭാഗമാണ് ഏതെന്ന് പറയുന്നത് തിരുക്കൊച്ചി എന്ന് പറയുന്നത്. 1949 ജൂലൈ 1 തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങളെ ചേർത്താണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. തിരുക്കൊച്ചിയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? തിരുവനന്തപുരമായിരുന്നു തിരുക്കൊച്ചിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കുക. ഇവയിൽ ലിസ്റ്റ് 1 വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് 2 നിന്നും ചേർത്തിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. റാണി ലക്ഷ്മിഭായ് നേതൃത്വം നൽകിയത് ഝാൻസിയിലാണ്. നാനാ സാഹിബ് കാൺപൂർ. കൻവർ സിംഗ് ആര. ബഹദൂർ ഷാ സഫർ ഡൽഹി. ഓക്കെ, ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് യോജിപ്പിക്കാനുള്ളത്. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതാ? നിസ്സഹരണ സമരമാണ് ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവതി, അതായത് 90 വർഷമാണ് 2021 എന്ന് പറയുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 തൊട്ടുകൂടായ്മ, തീണ്ടൽ തുടങ്ങിയ അയിത്താചാരങ്ങൾക്ക് എതിരായി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സമരം. വടകരയിൽ വെച്ച് നടന്ന KPCC യോഗം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം എന്ന പ്രമേയം പാസാക്കിയിരുന്നു. ഓക്കെ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന കാലഘട്ടം 1931-32 അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. തുഹഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. 1929 ഡിസംബർ മാസം 4 സതി നിർത്തലാക്കിയത് അദ്ദേഹമല്ല, അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വില്യം ബെന്റിക് ആണ് സതി എന്ന പ്രാക്ടീസ് എന്ത് ചെയ്തത്? നിർത്തലാക്കിയത്.
1829 ഡിസംബർ മാസം 4-ന്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പാരീസ് സമ്മേളനം. യാൾട്ട സമ്മേളനം, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, പോസ്ഡാം സമ്മേളനം എല്ലാം ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിന്റെ നിർവചനം കണ്ടെത്തുക. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ്. ഓക്കെ, ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. കോണ്ടൂർ രേഖ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിറം ഏതാണ് എന്ന് ചോദിച്ചാൽ തവിട്ട് നിറമാണ്, ബ്രൗൺ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏത്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമമാണ് ഉളിയാഴ്ത്തുറ. ഉളിയാഴ്ത്തുറ. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക്കാണ് ബാർബഡോസ്. ബാർബഡോസ്. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, കാൺലെയും നവശേവയും. കാൺലെയും നവശേവയും. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി, ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിവയാണ്. ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏത്? ഭൂവികസന ബാങ്ക്. ഭൂവികസന ബാങ്കാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക്. സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതിന്റെ ഉൽപാദനത്തെയാണ്? സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം പച്ചക്കറിയാണ്. പഴം പച്ചക്കറി. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പഞ്ചാബ്. പഞ്ചാബാണ്. PC മെഹ്ലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? PC മെഹ്ലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ എന്ന പ്രസിദ്ധീകരണം. സംഖ്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 5-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി ഏത് പേരിൽ അറിയപ്പെടുന്നു? നിക്ഷേപ വിൽപ്പന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിക്ഷേപ വിൽപ്പന. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ആണ്. 1977 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സ്വത്തവകാശമാണ്. 1977 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശമാണ് സ്വത്തവകാശം. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, PK തുങ്കൻ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ഡിലീറ്റഡ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിൽ ആണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നവരിൽ ആരാണ് ബില്ല് അവതരിപ്പിച്ചത്? ശ്രീ അമിത്ഷായാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലികാവകാശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്?
ഉത്തരം ഓപ്ഷൻ ബി, രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഏതാണ് പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആശ്വാസ കിരണം പദ്ധതി. ആശ്വാസ കിരണം പദ്ധതിയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? വിക്ടേഴ്സ് എന്നത് എജുസാറ്റിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എംപിമാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കി അതിലൂടെ ഒരു പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്നു. ഏതാണ് പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി, സൻസദ് ആദർശ് ഗ്രാമ യോജന. സൻസദ് ആദർശ് ഗ്രാമ യോജന. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. സഹകരണവും കൈകാര്യം ചെയ്തത് അദ്ദേഹം തന്നെയായിരുന്നു. മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദ്വിദള വാൽവ്. ദ്വിദള വാൽവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ? സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഒന്ന് മാത്രമാണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സ്ത്രീ ഹോർമോണാണ്. ആൻഡ്രോജൻ എന്ന് പറയുന്നത് പുരുഷ ഹോർമോണാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നുള്ളതാണ്. 2022 എൻവയോൺമെന്റ് ഡേ തീം എന്താണ്? ഒൺലി വൺ എർത്ത്. ഒൺലി വൺ എർത്ത് എന്നുള്ളതായിരുന്നു വേൾഡ് എൻവയോൺമെന്റ് ഡേ 2022 തീം. 2021 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വൈഡൽ ടെസ്റ്റ് ആണ്. വൈഡൽ ടെസ്റ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഒന്ന് മാത്രം. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നു. ഡയബറ്റീസ് മെലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു. ഡയബറ്റീസ് മെലിറ്റസ് മൂത്രത്തിൽ അപകടകാരികളായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസായ ഒമിക്രോൺ വകഭേദം ഇവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം ചെയ്ത ചോദ്യപേപ്പറിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു. B.1.1.529 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. പ്രകൃതിയിലെ അടിസ്ഥാന ബലം എന്ന് പറയുന്നത് ഭൂഗുരുത്വ ബലമാണ്. ഭൂഗുരുത്വ ബലം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിന്റെ പവർ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, +5D ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണ്. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഇതിലേത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ISRO EOS 01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, PSLV-C49. PSLV-C49. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ആനോക്സ് എന്ന് പഠിച്ചാൽ മതി. ആൻഓക്സ്. ആനോഡിൽ ഓക്സിഡേഷൻ. കാഥോഡിൽ എന്താണ്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. റെഡ് കാറ്റും ആനോക്സും അങ്ങനെ ഓർത്താൽ മതി. റെഡ് കാറ്റും ആനോക്സും. ദ്രാവകത്തുള്ളി ഗോളാകൃതിയാകാനുള്ള കാരണം എന്ത്? പ്രതലബലമാണ്. സർഫസ് ടെൻഷൻ ആണ് പ്രതലബലം. അപ്പൊ ദ്രാവകത്തുള്ളികൾക്ക് ഗോളാകൃതി കിട്ടാനുള്ള കാരണം പ്രതലബലമാണ്. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ
മർദ്ദം കുറവാണ്. മർദ്ദം കുറവാണ്. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2020 പി ജയചന്ദ്രൻ. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആന്റിൽ മത്സരിച്ച ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജാവലിൻ ആണ്. ജാവലിൻ ത്രോ. സുമിത് ആന്റിൽ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം ആട്ടപ്രകാരം എന്നത്. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം. ജൈന വാസ്തു ക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ഏത് ജില്ലയിലാണ്? കല്ലിൽ ജൈന ക്ഷേത്രം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം. ഈ ചോദ്യം തന്നെ മുന്നിലുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്ത. അപ്പോൾ 2 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. പരീക്ഷയ്ക്ക് മുന്നേ ഒരു 50 ചോദ്യം കൂടി തരണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒന്ന് പ്രയോജനപ്പെടുത്താം. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കണ്ട, ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് എൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ, എളുപ്പമായിരിക്കട്ടെ. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.